എല്ലാവർക്കും നമസ്കാരം. കഥയിലേക്ക് കിടക്കാം. ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു ശൈലിയൊന്നും വരില്ല, അദ്ദേഹം ശ്രമിക്കുക. ശ്രീ ONV കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു കവിതയാണ്, കവിതാ സമാഹാരമാണ് മൃഗയ. മൃഗയ എന്ന കവിതാ സമാഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അമ്മ. അചഞ്ചലമായ സഹോദര സ്നേഹത്തിൻ്റെയും വളരെ തീക്ഷ്ണമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരമ്മയുടെ നൊമ്പരത്തിൻ്റെയും കഥ പറയുന്ന ഒരു കഥാകാവ്യമാണ് ശ്രീ ONV കുറുപ്പിൻ്റെ അമ്മ. അദ്ദേഹം ഒരു വിദേശ പര്യടനത്തിനിടയ്ക്ക്, സോവിയറ്റ് യൂണിയൻ സന്ദർശനത്തിനിടയ്ക്ക് കേട്ടറിഞ്ഞ ഒരു റഷ്യൻ നാടോടി കഥയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ അമ്മ എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത്. വയലോപ്പള്ളിയുടെ മാമ്പഴം എത്രമാത്രമാണോ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നൊമ്പരത്തിൻ്റെ നെരിപ്പോടുകൾ ഉണർത്തുന്നത്, അതുപോലെയാണ് ശ്രീ ONV കുറുപ്പിൻ്റെ അമ്മ എന്ന കവിത മലയാളികളുടെ മനസ്സിൽ വിഷാദത്തിൻ്റെ നിറഞ്ഞ വിഷാദ പുഷ്പങ്ങളായി അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കഥയുടെ പേരാണ് അമ്മ. ആകാശത്തിനെ മൊത്തം കൊടുക്കുന്ന വർണ്ണ മനോഹര കൊട്ടാരം, ഞാനൊന്നും കണ്ടേ കണ്ടുന്ന പൂർവ്വസുന്ദരമായൊരു ശില്പം. ആകാശത്തിനെ മൊത്തം കൊടുക്കുന്ന വർണ്ണ മനോഹര കൊട്ടാരം, ഞാനൊന്നും കണ്ടേ കണ്ടുന്ന പൂർവ്വസുന്ദരമായൊരു ശില്പം. സുന്ദരമായൊരു ശില്പം, സുന്ദരമായൊരു ശില്പം. അതെ, അത് ആ ഗോപുരത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശില്പഭംഗി നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ട് കൈകളും മുന്നോട്ട് നീട്ടിക്കൊണ്ട് ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന, ആകാംക്ഷയോട് നിൽക്കുന്ന, കണ്ണുകളോടുകൂടി നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ ശില്പം. ആരായിരിക്കും ആ സ്ത്രീ? എന്തായിരിക്കും ആ സ്ത്രീയുടെ പിന്നിലെ കഥ? ആ കഥ അറിയണമെങ്കിൽ 9 കൽപ്പണിക്കാരുടെ കഥ നമ്മൾ അറിയണം. ആ ഗ്രാമത്തിൽ സമാധാനത്തോടുകൂടി ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന 9 ഭാര്യമാരോട് ജീവിക്കുന്ന 9 കൽപ്പണിക്കാരുടെ കഥ. ആ 9 പേരും ഒരമ്മയുടെ മക്കളായിരുന്നു. 9 പേർക്കും 9 ഭാര്യമാരുണ്ടായിരുന്നു. ആ 9 പേര് 9 ഭാര്യമാരെ വെച്ച് കുട്ടികളും വന്നിച്ച് ആ ഒരു ഒറ്റ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. ഒരു വീടക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ ഒരു വീടക്കിരിയുന്ന തീരാണല്ലോ ഒരു കുടിക്കാൻ താമസിക്കുകയാണ്. പക്ഷേ ഈ 9 കൽപ്പണിക്കാർക്കും ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മറ്റു കുടുംബത്തില്, മറ്റു സംസ്ഥാനത്തില്, മറ്റു പ്രദേശത്തിലില്ലാത്ത കൽപ്പണിക്കാരുടെ ചാതുര്യം, വിരുത് അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തെ കോട്ടകളും കൊട്ടാരങ്ങളും കൂത്തമ്പലങ്ങളും എല്ലാം അവരുടെ കൈപ്പണ്യത്തിലൂടെ പിറന്നു വീണ ഗോപുര കവാടങ്ങളായിരുന്നു. അത്രമാത്രം വളരെ നൈപുണ്യമുള്ള, സമർത്ഥരായിട്ടുള്ള തൊഴിലാളികളായിരുന്നു ആ 9 കൽപ്പണിക്കാർ. കോട്ടവാതിലും മതിലകത്തെ കൊട്ടാരം കോവിലും കൂത്തമ്പലങ്ങളും അവരുടെ കൈകൾ പാടുന്നതത്രേ, മണവും കൈ കോർത്തതത്രേ. 9
പ്രഭാതമായി രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവർ ജോലിക്ക് പോകുവാനായിട്ട് പുറപ്പെടുകയാണ്. 9 പേര് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ആ ഒരു നാട്ടിലെ ഒരു പുതിയ ഗോപുരം പണിയുവാനായി ഇറങ്ങി പുറപ്പെട്ടു. സ്ഥലത്തേക്ക് ചെന്നു. അവരുടെ പ്രാഥമികമായുള്ള പൂജാകർമ്മങ്ങൾ നടത്തി ഗോപുരത്തിന്റെ പണി സ്റ്റാർട്ട് തുടങ്ങി. ദിവസങ്ങൾ 12 ദിവസങ്ങൾ കടന്നുപോയി, 1-2 ആഴ്ചകൾ കടന്നുപോയി. പക്ഷെ എന്തോ ഒരു കുഴപ്പം. ആ ഗോപുരം എത്രമാത്രം അവർ നേരത്തെ പണിതതുപോലെ അവർക്ക് പണിയാനായിട്ട് സാധിക്കുന്നില്ല. എന്തോ ഒരു വൈകല്യം, ഒരു കുഴപ്പം അവിടെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അതുകാലം എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഭിത്തി ഉറയ്ക്കുന്നില്ല. എന്താണ് പോകണി എന്നവരുടെ ചിന്തയിൽ അവരെല്ലാവരും 9 പേരും നിൽക്കുകയാണ്. അറിയാവുന്ന രീതിയിലൊക്കെ അവർ ചെയ്തു. ഒരു പിടുത്തവും കിട്ടുന്നില്ല. 9 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പക്ഷെ ഒരു കാര്യത്തിലും എന്തോ ഒരു കുഴപ്പം അവിടെ സംഭവിക്കുന്നു. ചാത്തുകളൊക്കെയും മാറ്റി നോക്കി, ചാത്തുകളൊക്കെ കുഴച്ചു നോക്കി, ചാത്തുകളൊക്കെയും മാറ്റി നോക്കി, ചാത്തുകൾ മാറ്റി കുഴച്ചു നോക്കി, നമ്മുടെ പണി പരയുന്ന പോലെയാവും. പെട്ടെന്ന് 9 പേരും നിശബ്ദമായി. 9 പേരുടെയും മനസ്സ് ദുഃഖം കൊണ്ട് നിറയുകയാണ്. അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു തുറക്കുകയാണ്. എന്റെ ഭാര്യ, 9 പേരുടെ ആരുടെ ഭാര്യയാണ് ഇത് വ്യതിയാറാക്കുക? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഒന്നും സംസാരിക്കാനാവാതെ ആ 9 പേര് നിറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത സഹോദരൻ ഒരു വെളിപാട് പോലെ പറയുകയാണ്. ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി, ഇന്നുച്ച നേരത്ത് കഞ്ഞിയുമായി വന്നെത്തിയിടുന്നവർ ആരുമാട്ടെ, ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിയിടുന്നവർ ആരുമാട്ടെ, അവളെയും ചേർത്തി മതിൽ പടുക്കും, അവളി പഠിക്കാതെ പാഠം കാക്കും, അവളെയും ചേർത്തി മതിൽ പടുക്കും. സമയം ഒരു 11 മണിയായി. അവർ വീണ്ടും മനസ്സിന്റെ മനത്തോടുകൂടി പണിയാവുകയാണ്. എന്ത് ചെയ്തിട്ടും അവർക്ക് പണിയാനായിട്ട് പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ സ്വന്തം ഭാര്യയുടെ മനസ്സ് മാത്രമേ ഉള്ളൂ. ആരായിരിക്കാം ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയുമായി വരുന്നത്? എന്റെ ഭാര്യ ആയിരിക്കുമോ? 9 പേര് ഒരേ സ്വരത്തിൽ അവർ ചിന്തിക്കുകയാണ്. സമയം 12 മണി കഴിഞ്ഞു. ഈ സമയമായി ഉച്ചയായി. അതാ ആ പാടവരമ്പിലൂടെ ഒരു സ്ത്രീരൂപം പതുക്കെ പതുക്കെ നടന്നിങ്ങോട്ട് വരികയാണ്. അവർക്ക് വ്യക്തമാകുന്നില്ല ആര് ഞങ്ങളുടെ ഭാര്യയാണോ കടന്നു വരുന്നത്, ഭാര്യമാരൂരാണോ വ്യക്തമാകുന്നില്ല. വീണ്ടും വീണ്ടും ആ 9 പേര് അങ്ങോട്ടും അങ്ങോട്ട് നോക്കുകയാണ്. തലയിൽ ഒരു കഞ്ഞിക്കല കൊണ്ട് ഒക്കത്ത് ഒരു കുഞ്ഞിനെയും അവള് പിടിച്ചുകൊണ്ട് അവൾ അടുത്തെടുത്ത് വരികയാണ്. കഞ്ഞിക്കലവും തലയിലെത്തി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ട്, കഞ്ഞിക്കലവും തലയിലെത്തി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ട്, പാടവരമ്പിലൂടെ മുന്നിലെ ചെല്ലൈ തോട്ടിലൂടെ, പാടവരമ്പിലൂടെ
തുമ്പത്തു തൂങ്ങിരുന്നു മൂക്കിന്റെ തുമ്പത്തു തൂങ്ങിരുന്നു മുന്നിൽ വന്നവർ നിൽക്കുകയാണ്. ആ മുന്നിൽ വന്നു നിന്നവൾ മൂത്തയാൾ വേട്ടപ്പെട്ടായിരുന്നു. ഉച്ചയ്ക്ക് കല്ലിൽ കൊണ്ടുപോകാനായുള്ള ഊഴം അവളുടേതായിരുന്നു. ആ 9 കൽപ്പണിക്കാർ 9 മെയ്യും ഒരു മനസ്സുമാണെങ്കിൽ പോലും മൂത്തയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചങ്ക് ഒരു വെള്ളി പറയും. ഒന്നും പറയാനാവാതെ എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ്. ആ 9 പേർക്കും ഒരുപോലെ മനസ്സിന്റെ ഉള്ളിൽ വിഷമമുണ്ടായി. ആ സ്ത്രീ ഒന്നും അറിയാതെ തന്റെ കുഞ്ഞിനെ താഴേക്ക് നിർത്തി തലയിലെ കല്ലിയെ താഴെ വെച്ചു. എന്താ ആരും ഒന്നും മിണ്ടാതെ? എന്താ എല്ലാവരും ഒന്നും സംസാരിക്കാതിരിക്കുന്നത്? എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? അവൾ എല്ലാവരോടും മാനം ചോദിച്ചു. തന്റെ ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ആരും ഒന്നും പറയുന്നില്ല. ആ ഭാര്യയെ മൂത്തയാൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ കാതുകയാൽ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. കുറച്ചു നേരം നന്ദിപേക്ഷയായി അവൾ അങ്ങനെ നിന്നു. അവരുടെ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞു നിന്നില്ല. കണ്ണുനീർ തുള്ളികൾ തുളുമിയില്ല. നന്നേ കുട്ടിക്കാലത്ത് വിജയദശമി ദിവസം കുടിച്ചു ഓടിക്കൊണ്ടെടുത്ത് പൂവും പ്രസാദവും ചൂടി ആവണി പനകപേരുടെ ഭദ്രദീപത്തിന്റെ വെളിച്ചത്തിൽ വളരെ ഹരിശ്രീ ഗണപതിയെ മഹായി കുത്തിക്കൊഴിക്കേണ്ടി വന്നപ്പോൾ കൈവിൽ നിന്നത് കവടത്തുകൂടി കിരിഞ്ഞിറങ്ങിയ കണ്ണുനീരിന്റെ പൊലിപ്പ് പോലെ ഒരു ചെറിയ നൊമ്പരം അവരുടെ ഹൃദയത്തിലുണ്ടായി. കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറെ തീവ്രം കണ്ണു തുടച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറെ തീവ്രം കണ്ണു തുടച്ചുകൊണ്ട് വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കൈത്തും മധുരമാക്കി കൂടെ കൊടുത്ത പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി കേൾക്കത്തോടെ പൊരുതിടുമ്പോൾ അക്ഷരമോരോയൂട്ടി കേൾക്കത്തോടെ പൊരുതിടുമ്പോൾ അഭിലാഷം അവൾ അഞ്ജലി പൂർവ്വം അവളോട് പറയുകയാണ്. മാതൃസ്നേഹത്തിന്റെ പരമ കോടിയിലെത്തി നിൽക്കുന്ന ആ സ്ത്രീ കേരളത്തിലായാലും നമ്മുടെ സംസ്ഥാനത്തിൽ എവിടെയായാലും വിദേശത്തായാലും ഏതമ്മമാരായാലും ഇങ്ങനെ തന്നെയാണ്. ആ അമ്മയുടെ ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ മനോഭാവം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അവൾ ഒരേ ഒരു ആഗ്രഹമാണ് അവൾ പറഞ്ഞത്. കെട്ടി മറയ്ക്കൊല്ലേ എന്റെ നെഞ്ചം, കെട്ടി മറയ്ക്കൊല്ലേ എന്റെ കൈയും, കെട്ടി മറയ്ക്കൊല്ലേ എന്റെ നെഞ്ചം, കെട്ടി മറയ്ക്കൊല്ലേ എന്റെ കൈയും, എന്റെ ഒത്തോമന കേടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരും, എന്റെ ഒത്തോമന കേടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരും. തന്റെ ശരീരവും തന്റെ മനസ്സും നിശ്ചലമാവുമെങ്കിലും താൻ തന്നെ ഇല്ലാതാകുമെങ്കിലും തന്റെ പൊന്നോമന ഏതെങ്കിലും സമയത്ത് അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്റെ നിറഞ്ഞ മാരണവും എന്റെ ഈ കൈകളും അവന് വേണ്ടി എന്നും നിലനിൽക്കും. മാതൃസ്നേഹത്തിന്റെ പരമകോടിയിൽ ആ സ്ത്രീയുടെ ഹൃദയം വിരമിക്കുകയാണ്. ആ കൽപ്രതിമ കണ്ട്, ആ പെണ്ണിന്റെ ശില്പം കണ്ട് ആ കവി ഹൃദയം തേങ്ങുകയാണ്. കവി പാടുകയാണ്. ഏതു കാറ്റുമൻ പാട്ടു പാടുന്നു, ഏതു മണ്ണിലും ഞാൻ മണയ്ക്കുന്നു, മണ്ണളന്നു തിരിച്ചു പോന്നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ മടുത്ത
എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്ദമോലുള്ളൊരാ വലം കൈയും എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്ദമോലുള്ളൊരാ വലം കൈയും നെട്ടി നിന്നു പാട്ടുള്ളികളൂറും മട്ടിലുള്ളൊരു നഗ്നമാം മാറും മട്ടിലുള്ളൊരു നഗ്നമാം മാറും കണ്ടു നന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു കണ്ടു നന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു അമ്മയമ്മയും നാർത്തു നിൽക്കുന്നു അമ്മയമ്മയും നാർത്തു നിൽക്കുന്നു. നന്ദി, നമസ്കാരം.